വാല്യൂ 11 ആണ്. 11 ആണ്. ഈ 11 എന്ന് പറയുന്നത് 8-നേക്കാൾ വലിയൊരു വാല്യൂ ആണ്. നമുക്കറിയാം ബേസ് 8 ആണ്. 7 വരെ വരാൻ പാടുള്ളൂ. അപ്പൊ 7-നേക്കാൾ വലിയൊരു വാല്യൂ ആണ് നമ്മുടെ 11 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 0 to 7 എടുക്കുമ്പോൾ 8 ഡിജിറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബേസ് 8 ആണ്. അപ്പൊ ഈ 8 എന്ത് ചെയ്യണം? ഈ 11 നിന്ന് മൈനസ് ചെയ്യണം. 8 11 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ക്ലിയർ അല്ലേ? ഈ നമ്പറിന്റെ ഒന്നും കൂടി പറയാം. ഈ 4 7 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 11 കിട്ടും അല്ലെ? അതിൽ നിന്ന് നമ്മുടെ ബേസ് ആയ 8 മൈനസ് ചെയ്യാം. 11ൽ നിന്നും ബേസ് ആയ 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആയി. അപ്പൊ ഈ 3 ഇവിടെ ഇടാം. അപ്പൊ അപ്പം തന്നെ എന്ത് വേണം? ഒരു 1 അടുത്ത അതിന്റെ നെക്സ്റ്റ് ബിറ്റിലേക്ക് ക്യാരി ചെയ്യണം. നമുക്ക് ഇതുപോലെ ഡിജിറ്റ് വരുന്ന സമയത്ത് ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, നേരിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന ആൻസർ ആഡ് ചെയ്യുമ്പോൾ അത് 8-നേക്കാൾ മുകളിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിജിറ്റിനെ 8-ൽ നിന്നും 8 കൊണ്ട് മൈനസ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ താഴെ എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഇവിടെ നമ്മ ഇങ്ങനെ 8 കൊണ്ട് മൈനസ് ചെയ്തു. അപ്പൊ ഒരു പ്രാവശ്യം അവിടെ മൈനസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1 ഇവിടെ ക്യാരി ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. ഇനി അടുത്തത് നോക്കിയാൽ അടുത്തത് 5 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 8 വരും. 8ഉം ഈ 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 9 വരും. അപ്പൊ 9 വന്നപ്പോ അത് നേരത്തെ പറഞ്ഞ പോലെ 8-നേക്കാൾ വലുതാണ്. അപ്പൊ 9ൽ നിന്ന് 8 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് 1 കിട്ടും. ആ 1 ഇവിടെ കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും ഒരു 1 നമുക്ക് ഇപ്പൊ 8നെ വലുതരാന്ന്. അപ്പൊ ഒരു 1 കൂടി ക്യാരി ചെയ്യണം. കൂടെ ഒരു ക്യാരി വരും. ക്ലിയർ ആണോ? ക്യാരി എങ്ങനെയാ വന്നേ? ഈ ക്യാരി വരുന്നത് ഇപ്പൊ നമ്മ ടെന്നിന്റെ ക്യാരി ആണോ? 10ലേക്ക് ആയിട്ടില്ല. 9 അല്ലേ? 9 മൈനസ് 8 എന്ന് പറയുമ്പോൾ 9 എന്ന് പറയുന്നത് എന്താണ്? 8-നേക്കാൾ വലിയ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8 മൈനസ് ചെയ്യും. അങ്ങനെ 8 മൈനസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ഒരു 1 അടുത്ത ബിറ്റിലേക്ക് ക്യാരി ചെയ്യണം. ഇവിടെ ചെയ്താൽ അങ്ങനെയാണ്. ഒരു ബിറ്റ് എന്തായാലും എന്ത് ചെയ്യണം? ഇവിടെ ക്യാരി ചെയ്യണം. ഈ സൈഡിൽ ഇതിവിടെ വലുതായത് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 8-നേക്കാൾ വലുതായതുകൊണ്ട് ഒരു ബിറ്റ് ക്യാരി ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി. അതുപോലെ ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടി. 9 8-നേക്കാൾ വലുതാണ്. 8ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1 ക്യാരി ചെയ്യണം. ക്ലിയർ ആണോ? ഇനി അടുത്ത റിസൾട്ട് കൂട്ടി നോക്കിയേ. 7ഉം 5ഉം കൂട്ടുമ്പോൾ 12 കിട്ടും. 12ഉം ഈ 1 കൂടി വരുമ്പോൾ 13 ആയി. അപ്പോഴും 8-നേക്കാൾ വലിയ വാല്യൂ ആണ് 13 എന്ന് പറഞ്ഞത്. അപ്പൊ 13 നമ്മൾ എന്ത് ചെയ്യും? 8ൽ നിന്ന് മൈനസ് ചെയ്യും. 13ൽ നിന്ന് 8 മൈനസ് ചെയ്യും. നമുക്ക് 5 കിട്ടും. അപ്പോഴെന്ത് ചെയ്യണം? 5 റിസൾട്ടും കൊടുക്കണം, 1 ക്യാരിയും കൊടുക്കണം. ക്ലിയർ ആയില്ലേ റൂട്ട്? ക്ലിയർ ആയി. ഓക്കെ. ഇനി അടുത്തതായി നോക്കിയേ. 6ഉം 2ഉം 8ഉം 8 1ഉം 9 ആയി. വീണ്ടും 9/9 വരും. അപ്പൊ 8-നേക്കാൾ വലുതാണ്. 8 കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പൊ 1 വരും. വീണ്ടും എന്ത് ചെയ്യും? ഒരു 1 ക്യാരി വരും. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി 6ഉം 3ഉം കൂടി കൊണ്ടുവരുമ്പോൾ 9, 9 1 10. വീണ്ടും 10 ആയി. 10ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. ആ 2 ഞാനിവിടെ ഇട്ടു. വീണ്ടും ഒരു 1 വന്നു. ആ ഒരു 1 ക്യാരി ചെയ്യണം. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ ഇവിടെ ടേം ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ 10 വന്നപ്പോ 8-നേക്കാൾ വലിയ വാല്യൂ വന്നപ്പോൾ ഒരു ക്യാരി ഇവിടെ ഓൾറെഡി വരും. ആ ക്യാരിയാണ് ഇവിടെ 1 ആയിട്ട് വരുന്നത്. ഈ 10ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 2 ആണ് ഇവിടെ വരുന്ന 2. അപ്പൊ ഇത് ക്ലിയർ ആണോ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് 2 ഡിജിറ്റ് എടുത്തു. 2 ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ 8-നേക്കാൾ വലിയ 2 8 16-നേക്കാൾ കൂടുതൽ വരുന്ന ഒരു വാല്യൂ വന്നെന്ന് വിചാരിക്കാം. ഡിജിറ്റ് ഇങ്ങനെ എഴുതാൻ നോക്കട്ടെ. 16 കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ 8 8 11 9 8 7 9 ഓക്കെ. എനിക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂ 9 ഉം 9 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 9 ഉം ഒരു 9 ആണ്. ബേസ് 8 ആണ് വരുന്നത്. അപ്പൊ 9 ആണ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 കിട്ടി അല്ലെ? 18ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 10 കിട്ടി വീണ്ടും.
ആ 10 നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. 8ന്റെ താഴെയുള്ള വാല്യൂല് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും 8 മൈനസ് ചെയ്യാം, അപ്പൊ നമുക്ക് 2 കിട്ടും. ആ 2 ഇവിടെ പ്ലേസ് ചെയ്യാം. ക്യാരി ഇപ്പൊ എത്ര വേണം, 2 ക്യാരി വേണം. 2 പ്രാവശ്യം ചെയ്തു. അപ്പൊ ഇവിടുത്തെ ക്യാരി എന്തായിരിക്കും, 2 ആയിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരാം. ക്ലിയർ ആണോ അത്? ക്ലിയർ. അപ്പൊ 8 ബേസ്. 8 എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ, ഇപ്പൊ 3 വരുന്ന ഒരു വാല്യൂ, ഇപ്പൊ 3 പ്രാവശ്യം മൈനസ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് വരും, ക്യാരി 3 വരും. അപ്പൊ ക്യാരിയുടെ ക്യാരി ഇൻക്രിമെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുവെച്ചാൽ, ആ 8 എന്ന ബേസിനേക്കാൾ കൂടുതൽ വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യം കൂടുതൽ വരുന്നോ അത്രയായിരിക്കും നമ്മുടെ ക്യാരി. അത് ക്ലിയർ ആണത്? ക്ലിയർ. ഇങ്ങനെയാണ് നമ്മുടെ ഒക്ടലിന്റെ അഡീഷൻ നടക്കാം. ഇനി ഒക്ടലിന്റെ സബ്ട്രാക്ഷൻ പ്രോബ്ലംസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേറെ ഇട്ട് തരാം ചെയ്ത് നോക്കാനായിട്ട്. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് ഇത്തിരി കൂടി സിമ്പിൾ ആയിട്ട് വരും. കൺസെപ്റ്റ് മതിയായിരിക്കും, മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ 8 നമ്മുടെ ബേസ്. ആഡ് ചെയ്യുമ്പോൾ 8നേക്കാൾ വലിയ വാല്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വലിയ വാല്യൂ നിന്നും 8 മൈനസ് ചെയ്യുക, വരുന്ന റിമൈൻഡർ എന്താണോ അതവിടെ താഴെ പോസ്റ്റ് ചെയ്യുക. അപ്പൊ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ ഒരു ക്യാരി കൊടുക്കണം. ആ ക്യാരിയുടെ എണ്ണം വരുന്ന എത്ര പ്രാവശ്യം 8 നമുക്ക് അതിന് മൈനസ് ചെയ്യുന്നോ അതിനനുസരിച്ച് ക്യാരിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലത്? ക്ലിയർ. ഓക്കെ, അങ്ങനെ ഇതിന്റെ സബ്ട്രാക്ഷൻ നോക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 7, 6, 5, 4, 3, 4, 7, 3. ഫസ്റ്റത്തെ കേസിൽ 5ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും. അതുകൊണ്ട് അതിൽ കുഴപ്പമില്ല, അത് ഒന്നും ബോറോ വാങ്ങേണ്ടി വരുന്നില്ല. അപ്പൊ 5 വലുതാണ്, 3 ചെറുതായത് കൊണ്ട് സാധാരണ സബ്ട്രാക്ഷൻ ചെയ്യുന്ന പോലെ 5ൽ നിന്ന് 3 കുറച്ച് നമുക്ക് 2 കിട്ടി. അടുത്ത കേസ് 6ഉം 7 ആണ്. അപ്പൊ 6ൽ നിന്നും 7 നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിജിറ്റ് നമ്മൾ അടുത്ത ടൈമിൽ നിന്നും ബോറോ വാങ്ങും, അല്ലെ? ബോറോ ചെയ്യും. അങ്ങനെ ബോറോ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കേസിൽ ബോറോ ചെയ്യുമ്പോൾ എന്താ എടുക്കുക, 1 ആണ് എടുക്കുക, അല്ലെ? 1 അല്ലേ ബോറോ ചെയ്യാം സാധാരണ. ഇപ്പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 ഉണ്ടായിരുന്നു, 2ൽ 3 പോരാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ 1നെ ഇങ്ങോട്ട് ബോറോ ചെയ്തത് 12 ആയിട്ട് സെറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ബോറോ ചെയ്തത് 8 ആയിരിക്കും. ബേസ് 8 ആയതുകൊണ്ട്, ഒക്ടലിന്റെ ബേസ് 8 ആയതുകൊണ്ട് 8 ആയിരിക്കും നമ്മൾ ബോറോ ചെയ്യാം. എന്നിട്ട് ഈ 8 കൂടി ഉണ്ടായിരുന്ന ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 14 കിട്ടി. ഡി 14ന്ന് 7 മൈനസ് ചെയ്യും, അപ്പൊ നമുക്ക് 7 കിട്ടും. ക്ലിയർ ആണോ? 6 കട്ട് ചെയ്ത് 8 ഇടുക, 7 കട്ട് ചെയ്തിട്ട് 7. ഇല്ല. ഈ 7 കട്ട്, 7 ഇപ്പൊ എന്തായി, ഒന്ന് ബോറോ ചെയ്തു, അപ്പൊ ഒന്ന് കുറച്ചപ്പോ ഇവിടെ 6 ആയി. അതാണ് ഇവിടെ 6. പക്ഷെ ഇവിടെ ഒന്ന് പോകുമ്പോ ഈ 1 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണം, 8 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, 6ലേക്ക് ആഡ് ചെയ്യേണ്ടത്. 8 മൈനസ് 7 അല്ലേ വരിക? 8 മൈനസ് 7 അല്ല, ഇവിടെ ഓൾറെഡി 6 ഇല്ലേ? ആ 6 ഈ 8ലേക്ക് ആഡ് ചെയ്യണം. ഈ 6ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കൂടെ 40 കിട്ടുന്നത്. ആ 40ൽ നിന്നാണ് ഈ 7 മൈനസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 8ഉം 6ഉം കൂടെ ആഡ് ചെയ്യണം. സാധാരണ കേസിൽ എന്താ, അടുത്ത ഡിജിറ്റിൽ ഒരു 1 എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഡിജിറ്റിൽ കൂടെ അടുത്ത് നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യും, അത് 12 ആക്കിയിട്ട് ആ 12ൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, 3 കുറയ്ക്കുക. പക്ഷെ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ നിന്ന് ബോറോ ചെയ്യുന്നത് 1ന് പകരം 8 ബോറോ ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന ഡിജിറ്റ് ഏതാണോ ആ ഡിജിറ്റിലേക്ക് അത് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ഡിജിറ്റ് കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് മൈനസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടുത്തെ 7 പോയിട്ട് ഇനി ബാലൻസ്, ഇനി ഇവിടെ ഇത് കഴിഞ്ഞ് ഇനി ഇവിടെ ബാലൻസ് വരുന്നത് 6 ആണ്. 6ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ സബ്ട്രാക്ഷൻ ചെയ്യാം. മുകളിൽ വലുതും താഴെ ചെറുതായതുകൊണ്ട് 6ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പൊ നമുക്ക് 252 കിട്ടും ആൻസർ. ക്ലിയർ ആണോ? സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബോറോ വാങ്ങുന്നത് 8 ആയിരിക്കണം. ഒക്ടൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ബോറോ വാങ്ങുന്നത് 8 ആയിരിക്കണം. അത് അവിടെ ഉണ്ടായിരുന്ന ഡിജിറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വേണം നമുക്ക് മൈനസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബോറോ വാങ്ങുന്ന സമയത്ത് ആ വാങ്ങുന്ന ആളുടെ ഒന്ന് കുറച്ച് എഴുതുന്നതാണ്. അവിടെ 1 കുറയ്ക്കേണ്ടത്, പക്ഷെ കൊടുക്കുന്ന ആൾക്ക് അത് 8 ആയിട്ട് എടുക്കാം. ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20.14ഉം 16.47. ഇപ്പൊ 4 എന്ന് പറയുന്നത് 7നേക്കാൾ ചെറിയ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതിൽ നിന്നും ബോറോ ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് ബോറോ ചെയ്യുന്ന സമയത്ത് ഇത് 8 ആവും. ഇവിടെ ഉണ്ടായിരുന്ന 1 എന്നുള്ളത് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഇനി നമുക്ക് 8ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. 12ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ നമുക്ക് 5 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 5 കിട്ടി. ക്ലിയർ ആണത്? അപ്പൊ ഇനി ഇവിടെ ഉള്ളത് എന്താണ്, 0 ആണ്. 0യിൽ 4 കുറയ്ക്കാൻ പറ്റില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ബോറോ ചെയ്യണം.
ഇവിടെ നിന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെയും 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ബോറോ ചെയ്യണം. ഈ 2-ൽ നിന്ന് 1 ബോറോ ചെയ്യുമ്പോൾ കൂടെ 8 ആവും. ഈ 8-ൽ നിന്ന് 1 ബോറോ അപ്പൊ അവിടെ ചെയ്യുമ്പോൾ 5 അല്ലേ വരാ? 5 അല്ലേ വരാ? 8 പ്ലസ് 1 9. അപ്പൊ 9 മൈനസ് 4. ഇതാണോ പറഞ്ഞത്? 4ന്റെ അപ്പുറത്തുള്ള നമ്പർ രണ്ടാമത്തെ സബ്ട്രാക്ട് ചെയ്യണത് റൈറ്റിന്ന്. 8 1 രണ്ടാമത്തെ 4. നമ്മൾ പറയാൻ പോകുന്നുള്ളൂ. രണ്ടാമത്തെ അങ്ങോട്ട് എത്തുന്നുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടില്ല. അല്ല ഞാൻ ചെയ്തു അപ്പൊ ചെയ്തു ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞാൻ പറയട്ടെ, അതങ്ങോട്ട് നോക്കി ക്ലിയർ ആവണം കേട്ടാ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന 1 ഇപ്പൊ ഇവിടേക്ക് ബോറോ ചെയ്തപ്പോ ഇത് 0 ആയിട്ട് മാറി. ഇവിടെ 0 ആയി. അപ്പൊ 0-ൽ നിന്ന് 4 എന്തായാലും ബോറോ കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇപ്പത്തെ സംഖ്യ എടുക്കാം. ഇതും 0 ആണ്. അപ്പൊ ഈ 2-ൽ നിന്നാണ് ബോറോ ചെയ്യുന്നത്. ആ 2-ൽ നിന്നും 1 പോയി കഴിയുമ്പോൾ ഇത് 1 ആയി. 1 ഇങ്ങോട്ട് വരുമ്പോ ഇവിടത്തെ 0-ന്റെ സ്ഥാനത്ത് എന്തായി, ഇവിടെ 8 ആയിട്ട് മാറി. ക്ലിയർ ആണോ? 8 ആയിട്ട് മാറി. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ അത് 1 വീണ്ടും ബോറോ ചെയ്യാൻ പോണപ്പോൾ വീണ്ടും 7 ആയി. 1 ആണ് ഇവിടെ. 1-ന് പകരം നമ്മുടെ 8 ആണ് ഇവിടെ വരിക. അപ്പൊ ഈ 8-ൽ നിന്നും ഈ 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ക്ലിയർ ആണോപ്പാ? ഓക്കെ. ഇനി അടുത്തത് മുകളിൽ 7-ഉം താഴെ 6 ആണ്. 7-ൽ നിന്നും 6 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. ഇത് ഇവിടെ ഇനി 1 മൈനസ് 1 ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പൊ 1.45 കിട്ടും. ഇതാണോ കിട്ടിയേ? 1.55 കിട്ടിയേ. 55 എങ്ങനെ കിട്ടി? അതായത് ഇവിടത്തെ 1 എന്തായാലും 1 ഇവിടെ നിന്ന് എന്തായാലും ഇപ്പുറത്തോട്ട് ബോറോ ചെയ്തു. അപ്പൊ ഇത് 0 ആയില്ലോ ഓൾറെഡി. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നിന്ന് ബോറോ ചെയ്യുമ്പോ അതിന് മുന്നത്തെ സൈഡിൽ നിന്ന് വീണ്ടും ഒരു 1 മൈനസ് ചെയ്യണം അല്ലേ? മൈനസ് ചെയ്യണം. ഇവിടെ മൈനസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഇവിടെ 0 ആയത്, ഇതും 0 ആയതുകൊണ്ട് അതിന്റെ അടുത്തടുത്ത പ്ലേസിലേക്ക് പോയി. അപ്പൊ നമുക്ക് 2-ൽ നിന്ന് മാത്രമേ ഇനി ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2-ൽ നിന്ന് 1 പോയി കഴിയുമ്പോൾ 1 ആയി. 2 പോയിട്ട് 1 ആയി. ആ 1 എന്നുള്ളത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വേണം? 8 ആയിട്ട് എടുക്കണം. ആ 8-ൽ നിന്ന് വീണ്ടും 1 കുറയ്ക്കും. 1 പോകുമ്പോൾ കൂടെ നമുക്ക് 7 ആയി. വീണ്ടും ഇവിടെ എടുക്കുമ്പോൾ 8 ആവണം. സാധാരണ ഇങ്ങോട്ട് കൊടുക്കുന്ന ആള് 1 കുറച്ച് എഴുതും. വാങ്ങണ ആള് 8 ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ 8 ആയിട്ട് എടുത്തു. ഇതും 8 ആയിട്ട് എടുത്തു. പക്ഷെ ഇവിടെ നിന്ന് വീണ്ടും 1 പോയത് കൊണ്ട് ഇത് 7 ആയി. അപ്പൊ ഇവിടെ വരുന്നത് 8 ആണ്. ആ 8-ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 4 വരും. പിന്നെ ഇവിടെ 7 ആണ്. 7-ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 1 വരും. 1-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0 വരും. അപ്പൊ 1.45 വരും. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ നമ്മൾ ഒക്ടലിന്റെ സബ്ട്രാക്ഷനും അഡീഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഹെക്സാഡെസിമലിന്റെ സബ്ട്രാക്ഷനും അഡീഷനും നോക്കാം. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞ ബേസ് 16 ആണ്. ബേസ് 16 ആണ് വരിക. അപ്പൊ സാധാരണ ഫസ്റ്റ് കേസ് നോക്കിയേ. ഫസ്റ്റ് കേസ് വരുമ്പോൾ 3-ഉം 6-ഉം ആഡ് ചെയ്യുമ്പോൾ 9 വന്നു. 1-ഉം 2-ഉം ആഡ് ചെയ്യുമ്പോൾ 3 വന്നു. ഇതിലൊന്നും ചെയ്യാനില്ല, നേരിട്ട് ആഡ് ചെയ്യാനുള്ളൂ. ഇനി അടുത്ത 58-ഉം 22-ഉം തമ്മിൽ ആഡ് ചെയ്യാനാണ്. അപ്പൊ 8-ഉം 2-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 10 ആണ്. അതായത് 0 to 9-ഉം പിന്നെ വരുന്നത് 10 ആയിട്ട് എയും 11 ബി C12 ഡി 13 E14 F ആണ് 50. അപ്പൊ നമ്മുടെ 10 എന്ന് പറയുന്ന എ ആണ് 10. അപ്പൊ നമുക്ക് ഈ 10-ന് പകരം എ കൊടുക്കാം. പിന്നെ 5-ഉം 2-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. നമുക്ക് 7A എന്ന് കിട്ടുന്ന ആൻസർ. ഇത് ക്ലിയർ അല്ലേ? ഇനി B11 ആണ്. C12 ആണ്. ഇത് 30, ഇത് 40, ഇത് 50 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് DF പ്ലസ് AC ആണ്. അപ്പൊ എഫിന്റെ വാല്യൂ ഇവിടെ എന്താണ്? 15 ആണ്. സിയുടെ വാല്യൂ 12 ആണ്. അപ്പൊ ഇത് രണ്ടും 15 12 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15-ഉം 12-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 27 വരും. ഈ 27 നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നേരത്തെ ചെയ്ത പോലെ 27 60. ഇവിടുത്തെ ബേസ് 60 ആണ്. അപ്പൊ 60-നേക്കാൾ മുകളിലൊരു വാല്യൂ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. 50 വരെ എഫ് വരെയുള്ള വാല്യൂ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ ഏതാണ്? 27 ആണ്. 27 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ആൻസർ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ 8 ആയിരുന്നു. അപ്പൊ 8 ആണ് അവിടെ നിന്ന് മൈനസ് ചെയ്തത്. അതേപോലെ 26-ൽ നിന്നും ഇവിടുത്തെ ബേസ് 16 ആണ്. അപ്പൊ 16 മൈനസ് ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ 27-ൽ നിന്നും 16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടി. 11 എന്ന് പറഞ്ഞാൽ ബി. ബി ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ എന്ത് വേണം? ഒന്ന് ക്യാരി ചെയ്യണം. ഒരു ക്യാരിയും കൂടി വരും. അതായത് ഒക്ടൽ ചെയ്ത സെയിം കേസ് തന്നെ. അവിടെ ബേസ് 8 ആയിരുന്നു, ഇവിടെ ബേസ് 60. അത്ര ഉള്ള വ്യത്യാസം. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഡി എന്ന് പറയുന്നത് 13 ആണ്. എ എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ ഈ 1 കൂടി വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 23 എന്നുള്ളത് 24 ആവും.
ഈ 24ൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം 60നേക്കാൾ വലിയ വാല്യൂ ആണ് ആൻസർ കിട്ടിയേക്കുന്നത്. അപ്പൊ 24ൽ നിന്നും 16 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. അപ്പൊ ഒരു ക്യാരി വരും. ക്യാരി ഇപ്പൊ സെപ്പറേറ്റ് കൊടുക്കുക. ഈ 8 ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18B എന്ന് കിട്ടും ആൻസർ. ക്ലിയർ ആണത്? ക്ലിയർ. ഓക്കെ. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ചെയ്ത് കാണിച്ചെന്ന് പറഞ്ഞതുപോലെ എന്റെ ആൻസർ പറഞ്ഞു. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേഗം ചെയ്ത് കാണിക്കാം. കിട്ടിയോ? ഒരു മിനിറ്റ് മിസ്സേ. ആ. ഈ എനിക്ക് 3356.198 കിട്ടി. 3356.198 അല്ലെ? ക്ലിയർ ആയില്ലേ എങ്ങനെ ചെയ്യാന്നുള്ളത്? ക്ലിയർ. ഇനി എങ്ങനെയാണെങ്കിൽ ഹെക്സാഡെസിമലിന്റെ സബ്ട്രാക്ഷൻ നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അവിടെ നമ്മൾ എന്താ ചെയ്തേ? ഒന്ന് ബോറോ വാങ്ങുമ്പോൾ 8 ആയിട്ട് എടുക്കും. ഇവിടെ ബോറോ വാങ്ങുമ്പോൾ ഇവിടുത്തെ ബേസ് ആയ 16 ആയിട്ട് എടുക്കും. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നേക്കണം. B0 8 E പോയിന്റ് A1 7 8 D 6.3 D ആണോ? D ആയിരിക്കും. D ആണോ? ഇത് D ആയിട്ട് എടുക്കാം. D ആണല്ലോ. D ആവാൻ വഴിയില്ല കേട്ടോ. ഇത് B ആണ് കേട്ടാ. D അല്ല, B ആണ്. A10 B11 B ആണ് കേട്ടത്. B-ലെ ഇങ്ങനെ കിട്ടും.
മിസ് ആ എന്ത് 8 മൈനസ് ഡി ഇല്ലേ? എ മൈനസ് 3യോ? 8 മൈനസ് ഡി. 8 മൈനസ് ഡി. അപ്പൊ അവിടെ 8 കട്ട് ചെയ്ത് 16 ആക്കിയിട്ട് 8 കട്ട് ചെയ്യരുത്. 16 പ്ലസ് 8 ആകാം. 16 പ്ലസ് 8 ചെയ്യുമ്പോ 24 അല്ലേ വരിക? 24 വരും. 24 മൈനസ് 24 മൈനസ് 13. 11 കിട്ടും. 11 അല്ലേ? 11 കിട്ടും. അപ്പൊ 11ന്റെ വാല്യൂ ബി ആണല്ലേ? അപ്പൊ ഇവിടെ ബി ആയിരിക്കും. ഓക്കെ. അടുത്തതോ? അടുത്ത കിട്ടിയോ? 37 ആണോ കിട്ടിയേ? 37B8.66 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്. അപ്പൊ 2 അഡീഷൻ നമ്മൾ പഠിച്ചു. ഹെക്സാഡെസിമൽ അഡീഷനും സബ്ട്രാക്ഷനും, ഒക്ടലിന്റെ അഡീഷനും സബ്ട്രാക്ഷനും കിട്ടി. ഇനി നമുക്ക് നോട്ട് നോക്കാം. ഇനി വരുന്നത് കോംപ്ലിമെന്റ്സിന്റെ കേസ് ആണ്. റെപ്രസെന്റേഷൻ ഓഫ് നെഗറ്റീവ് നമ്പർ ആൻഡ് കോംപ്ലിമെന്റ് ഇൻ ബൈനറി സിസ്റ്റം. അത് ഒരു ഡിജിറ്റ് സിസ്റ്റത്തിൽ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കോംപ്ലിമെന്റ്സ് എടുക്കും. ഡിജിറ്റ് നമ്പർ നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ 2 തരത്തിലുള്ള കോംപ്ലിമെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും. അത് സ്മൃതം സിംപ്ലി ബൈനറി അരിത്മെറ്റിക് സബ്ട്രാക്ഷൻ ഒക്കെയാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാം. അപ്പൊ ഈ വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും എന്താണെന്ന് ആദ്യം പറയാം. ഒരു ഡിജിറ്റ് എഴുതിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഞാൻ കൊടുത്ത നമ്പർ 9 ആയിരുന്നെങ്കിൽ ഇതിനെ 9നെ 8 ബിറ്റിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. 8 ബിറ്റിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 9 എന്ന് പറയുന്നത് 001 ഇതാണ് 9. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യും? 00 കൊടുക്കും. അതായത് ഫസ്റ്റിന്റെ പവർ 2ന്റെ പവർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓരോ ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഫസ്റ്റ് 2 പവർ 0 വരും, പിന്നെ 2 പവർ 1, 2 പവർ 2, 2 പവർ 3, 2 പവർ 4, 2 പവർ 5, 2 പവർ 6, 2 പവർ 7 ഇങ്ങനെ പോവാ. അപ്പൊ 2ന്റെ പവർ 0 വരുന്ന സമയത്ത് അവിടെ 1 വരും. അപ്പൊ ആദ്യത്തെ വാല്യൂ 1 ആയിരിക്കും അവിടെ. പിന്നെ 2ന്റെ പവർ 1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ അടുത്തത് 2 ആയിരിക്കും. പിന്നെ 2 പവർ 2 എന്ന് പറയുമ്പോൾ 4 ആവും. 2 into 2 4 വരും. അപ്പൊ ഇത് 4 ആയിരിക്കണം. പിന്നെ 2⁻3 വരുമ്പോൾ അവിടെ 8 ആവും. 8 വരും. ഇനി വരുന്നത് അടുത്തത് വരുമ്പോൾ ഓരോ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോ. 16, 32, 64, 128 ഇത് വരെയാണ് നമുക്ക് വരുന്ന 8 ബിറ്റ്. അപ്പൊ 8 ബിറ്റ് 9നെ 8 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാല് 8 പ്ലസ് 1 അവിടെ മാത്രം നമ്മൾ എന്ത് കൊടുക്കുക? 1 കൊടുക്കാം. നമുക്ക് 9 മാത്രം റെപ്രസെന്റ് ചെയ്ത് ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? 0 കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഡിജിറ്റിനെയും ഓരോ നമ്പറിനെ ബിറ്റിലേക്ക് സെറ്റ് ചെയ്ത് എഴുതാം. ഇത് എഴുതാൻ അറിയോ? അങ്ങനെ 84210001 അങ്ങനെ അതന്നെ. 2ന്റെ പവർ 0. അപ്പൊ 1, 2, 4 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് 1 ആയിരിക്കും, 1, 2 അങ്ങനെ വരും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ 8ന്റെ 9 ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത്. 9 നമുക്ക് നേരിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അവിടെ ഒരു 8 ഉണ്ട്, ഇവിടുത്തെ 1 കൂടി എടുക്കുമ്പോൾ 9 ആയി. അപ്പൊ നമുക്ക് 9 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0, 0, 0, 1, 0, 0, 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല്
1 ഉള്ളിടത്ത് 0 വരും, 0 ഉള്ളിടത്ത് 1 വരും. ഇതാണ് നമ്മുടെ വൺസ് കോംപ്ലിമെന്റ്. വൺസ് കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ 1ന് മുകളിൽ ഒരു ഡാഷ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യും. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് 1ന്റെ സ്ഥാനത്ത് 0 വരും, 0ന്റെ സ്ഥാനത്ത് 1 വരും. ക്ലിയർ ആണോ? അപ്പൊ ഈ 0 സ്ഥാനത്തൊക്കെ എന്ന് കൊടുക്കുക 1 1 1 വരും, 1 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 0 വരും, ഇത് 1 1 0. ഇതാണ് നമ്മുടെ വൺസ് കോംപ്ലിമെന്റ്. അപ്പൊ വൺസ് കോംപ്ലിമെന്റ് എടുക്കാൻ കിട്ടോ? ക്ലിയർ അല്ലത്? ഏതൊരു ഡിജിറ്റ് വന്നാലും അതിനെ 8 ബിറ്റിലേക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ഏതൊക്കെ 1 വരുന്നുണ്ടോ ആ 1ന് എടുത്ത സ്ഥാനത്തൊക്കെ 0 കൊടുക്കുക, 0 ഉണ്ടായിരുന്ന സ്ഥാനത്തൊക്കെ 1 കൊടുക്കാം. അതാണ് വൺസ് കോംപ്ലിമെന്റ്. ഇനി ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് വൺസ് കോംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ കൂടെ +1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ വൺസ് കോംപ്ലിമെന്റിൽ കൂടെ ആ കിട്ടുന്ന റിസൾട്ടില് 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ ഈ 9 എന്ന നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് എഴുതാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വൺസ് കോംപ്ലിമെന്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്യാം. 1 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 0യും 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 1 വരും. അടുത്തത് ഫയൽസ് ഒക്കെ നേരിട്ട് കൊടുത്താൽ മതി. ബാലൻസ് ഇവിടെ വരുന്ന ഇത് 1 വരും, 4 1 കൊണ്ട് വരും. ഇതാണ് നമ്മുടെ ടൂസ് കോംപ്ലിമെന്റ്. അപ്പൊ ഒരു ഡിജിറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിനെ 8 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അതിൽ 0സും 1സും ഉള്ള 8 ബിറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കാൻ പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന നമ്പറിന്റെ 0 ഉള്ള സ്ഥാനത്ത് 1 ആക്കാം, 1 ഉള്ള സ്ഥാനത്ത് 0 ആക്കാം. അപ്പൊ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് കിട്ടും. ആ കിട്ടുന്ന റിസൾട്ടിൽ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇനി ആഡ് ചെയ്യുന്ന സമയത്ത് 2 1ഉം തമ്മിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് 0യും ക്യാരി 1ഉം വരും. അതുപോലെ 3 1കളാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് 1ഉം ക്യാരി 1 ആയിരിക്കും. ക്ലിയർ ആണോ? പിന്നെ നമുക്ക് ഇതിന്റെ തിയറിയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ നെഗറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വൺസ് കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ നെഗറ്റീവ് ആയി. ഇപ്പൊ 9ന്റെ നെഗറ്റീവ് കാണുന്നുണ്ടെങ്കിൽ ഈ വൺസ് കോംപ്ലിമെന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് 9 ആയിട്ട് മാറും. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഈ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാല് 2 ടൈപ്പ് ഉണ്ട്. വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, ടു കോംപ്ലിമെന്റ് ഉണ്ട്. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന ഡിജിറ്റിനെ ബൈനറി ബിറ്റുകളായിട്ട് 0യും 1 ആയിട്ട് സെറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് അതില് 0 ഉള്ളിടത്ത് 1 കൊടുക്കാം, 1 ഉള്ളിടത്ത് 0 കൊടുക്കാം. അപ്പൊ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് ആയി. ആ കിട്ടുന്ന റിസൾട്ടിനെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൂസ് കോംപ്ലിമെന്റ് ആയി. ഇതാണ് നമുക്ക് ഇത്രനേരം പഠിച്ചത്. ഇതുണ്ട് ക്ലിയർ അല്ലേ? ഈ വൺസ് കോംപ്ലിമെന്റിന്റെ റെപ്രസെന്റേഷൻ അടുത്ത് പറയുന്നത് വൺസ് കോംപ്ലിമെന്റ് ആസ് എ നെഗറ്റീവ് നമ്പർ ഈസ് ഒബ്റ്റൈനബിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതിയിരുന്നത്. ഇൻവെർട്ടിംഗ് ഓൾ ബിറ്റ് 0നെ 1 ആക്കാം, 1നെ 0 ആക്കാം. ഓഫ് ഇറ്റ് പോസിറ്റീവ് കൗണ്ടർ പാർട്ട്. അപ്പൊ നമുക്ക് എന്തായി? തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് നമ്പർ ആണോ, അതിനെ വൺസ് കോംപ്ലിമെന്റ് ആക്കുമ്പോൾ നെഗറ്റീവ് നമ്പർ ആയിട്ട് മാറും. 0s ഉണ്ടെങ്കിൽ 1 ആവും, 1 ഉള്ളത് 0 ആക്കാം. ഇനി നമ്മൾ പറഞ്ഞേക്കണത് -5 ഇൻ 8 ബിറ്റ് വൺസ് കോംപ്ലിമെന്റിലേക്ക് ആക്കാനാണ്. ഈ 5നെ -5 അല്ല, 5നെ നെഗറ്റീവ് വൺസ് കോംപ്ലിമെന്റിലേക്ക് ആക്കുമ്പോൾ 5 എന്തായിട്ട് മാറും? -5 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ആദ്യം 5 ആദ്യം എടുത്ത് എഴുതാം. 5നെ 8 ബിറ്റിന് റെപ്രസെന്റ് ചെയ്യാം. 8 ബിറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 3 പ്രാവശ്യം ആവർത്തിച്ചേക്കാണ്. 8 ബിറ്റ് നമുക്ക് വേണം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഇത് 1 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 4 ആയിരിക്കും. അപ്പൊ 4 + 1 ഇപ്പൊ 5 കിട്ടി. ബാക്കിയുള്ള 5 ഡിജിറ്റ് 0 കൊടുത്തു. ഇപ്പൊ 5നെ നമ്മൾ 8 ബിറ്റിന്റെ ബൈനറിയിലേക്ക് റെപ്രസെന്റ് ചെയ്തു. അതാണ് ഇവിടെ 0 0 0 1 0 1. ഇനി അതിന് വൺസ് കോംപ്ലിമെന്റ് എടുക്കാം. വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ 0 ഉണ്ടാകുന്നിടത്തൊക്കെ എന്താവും? 1 ആവും. അപ്പൊ 5 0 ഉള്ളിടത്ത് 5 1 ആവും. ഈ 1ന്റെ സ്ഥാനത്ത് 0 ആവും, 0ന്റെ സ്ഥാനത്ത് 1 ആവും, 1ന്റെ സ്ഥാനത്ത് 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൺസ് കോംപ്ലിമെന്റ് കിട്ടി. ഈ വൺസ് കോംപ്ലിമെന്റ് ഇപ്പൊ എന്തായിട്ട് മാറി? ബിറ്റ് ഇൻവെർട്ട് ആയത് നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പൊ 5 എന്നുള്ളത് ഇപ്പൊ എന്തായി? -5 ആയിട്ട് മാറി. ക്ലിയർ ആണോ? വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും ഒക്കെ എടുത്തിട്ടുണ്ടായി മറ്റേ മിസ്. അതെ അതെ. പക്ഷെ ഇതിന്റെ സിലബസിൽ ഇതിന്റെ താഴെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അല്ല കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇതിന്റെ സബ്ട്രാക്ഷൻ പറഞ്ഞായിരുന്നോ?
പറഞ്ഞിട്ടായി. പറഞ്ഞേ. അപ്പൊ ഇനി അത് പറയണ്ടല്ലോ. വേണ്ട. ഇനി BCD സബ്ട്രാക്ഷൻ യൂസിങ് ടെൻസ് കോംപ്ലിമെന്റ്. സബ്ട്രാക്ഷൻ ഒരു സബ്ട്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 5ൽ നിന്നും 7ൽ നിന്നും -5 കുറയ്ക്കുന്നതാണ് ഈ വൺസ് കോംപ്ലിമെന്റിന്റെ തന്നിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ആഡ് ചെയ്ത് ആ വാല്യൂ, അതായത് 7 അങ്ങനെ തന്നെ എഴുതാം, 5നെ നെഗറ്റീവ് ആക്കാം. അപ്പൊ 7ന്റെ വാല്യൂ ഡിജിറ്റിലേക്ക് ആക്കിയിട്ട് ആദ്യം അതോട് കൊടുക്കുക. ഇനി 5 എടുക്കുമ്പോൾ 5ന്റെ ഡിജിറ്റിനെ വൺസ് കോംപ്ലിമെന്റ് ചെയ്യുക. ആ കിട്ടുന്ന റിസൾട്ടിലേക്ക് 1 ആഡ് ചെയ്യുക. എന്നിട്ട് അത് വന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇത് തമ്മിലുള്ള റിസൾട്ട് കിട്ടും. അത് ക്യാരി വരുമ്പോൾ അതിനെ ഡിസ്കാർഡ് ചെയ്യാം. ഇതാണ് ചെയ്യുന്നത്. അവിടെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊക്കെ BCD അഡീഷൻ എടുത്തിട്ടുണ്ടായില്ലല്ലോ. BCD അഡീഷൻ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടില്ല. ഇനി BCD എന്ന് പറഞ്ഞാല് ഡെസിമൽ നമ്പർ 0 to 9. നമ്മൾ സാധാരണ ഡെസിമൽ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് BCD 0 to 9 ആണ് റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ ഇവിടെ 4 ബിറ്റ് ഡിജിറ്റ് ബൈനറി നമ്പർ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. ഓരോ ഡിജിറ്റിനെയും 0 to 9 ആയിട്ടുള്ള ഡെസിമൽ നമ്പർ തന്നെ നമ്മൾ എടുക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, 4 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതാണ് BCD നമ്പർ. അപ്പൊ BCD നമ്പർ എടുക്കുമ്പോൾ 0 to 9 വരെയുള്ള നമ്പർ ആണെന്ന്. അപ്പൊ 0 റെപ്രസെന്റ് ചെയ്യാനായിട്ട് 4 ഡിജിറ്റ് 4 0 വെച്ച് റെപ്രസെന്റ് ചെയ്യും. 1 ആവുമ്പോൾ 0 0 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും. 2 ആവുമ്പോൾ 0 0 1 0 വരും. 3 ആവുമ്പോൾ 0 0 1 1 വരും. 4ന്റെ സ്ഥാനത്ത് 5 6 7 8 കഴിഞ്ഞിട്ട് 9 വരെ വരും. അപ്പൊ 1 0 0 1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, BCDയുടെ നമ്പർ 4 ബിറ്റിൽ, അതായത് ഡെസിമൽ നമ്പറിൽ വരുന്ന 0 to 9 വരെയുള്ള ഡിജിറ്റിനെ 4 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന 6 നമ്പർ, അത് ഇനി നമുക്കുണ്ട് 16 വരെ നമുക്ക് പറയുന്നില്ലേ. അപ്പൊ അതിൽ വരുന്ന 10 11 12 13 14 15 ഈ 6 ഡിജിറ്റ് നമുക്ക് എന്തെന്ന് പറയുന്നില്ല, ഈ BCD ഇല്ല. അപ്പൊ BCD ഇൻവാലിഡ് നമ്പർ ആണ് ഇത്, ഈ 6 BCD നമ്പർ എന്ന് പറയുമ്പോൾ 0 to 9 വരുള്ളൂ. ബാക്കി ഹെക്സാഡെസിമലിൽ വരുന്ന 16 6 എന്നു പറയുന്നത് BCD ഇൻവാലിഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് നമ്മളോട് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറയുന്ന നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്സിൽ നമ്മളോട് പറയുന്നത് അഡീഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആഡ് ടു BCD നമ്പർ യൂസിങ് ബൈനറി അഡീഷൻ. സാധാരണ ബൈനറി അഡീഷൻ ചെയ്യുന്ന പോലെ 2 BCD നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് കേസ്. ഇനി ആഡ് ചെയ്ത് വരുന്ന സമയത്ത് സെക്കൻഡ് കേസിൽ വരുന്നത് 4 ബിറ്റിന്റെ സം ആയിരിക്കണം. അത് ഈക്വൽ ടു ഓർ ലെസ് ദാൻ 9 ആയിരിക്കണം. നമ്മൾ എൻ്റർ ചെയ്ത് തരുന്ന ആൻസർ, ഇപ്പൊ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 9 ഈക്വൽ ആയിട്ടില്ല, അതിന് താഴെയുള്ളതായിരിക്കണം. അതിന് താഴെയുള്ള വാല്യൂസ് ആണെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ, അത് വാലിഡ് ആയിട്ടുള്ള ഒരു BCD നമ്പർ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എൻ്റർ ചെയ്ത് വരുന്നത് 4 ബിറ്റിന്റെ സം ഗ്രേറ്റർ ദാൻ 9 ആണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന റിസൾട്ടിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 6 ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ 6 എന്ന് പറയുന്നത് എന്താ പറയുക, 0 1 1 0 ആണ് 6 എന്നുള്ള BCD നമ്പർ. ആ 6 നമ്പർ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അത് 9നേക്കാൾ കൂടുതലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് 6 ആഡ് ചെയ്യും. ആൻഡ് പാസ് ക്യാരി ടു നെക്സ്റ്റ്, അടുത്തതിലേക്ക് പാസ് ചെയ്ത് പോവുക. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായി, നമ്മുടെ വാലിഡ് BCD ആയി. അപ്പൊ BCDയിൽ ആകെ എന്തേ ഉള്ളൂ, 0 to 9 വരെയുള്ള ഡിജിറ്റേ ഉള്ളൂ. അതിനെ 4 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ബാക്കിയുള്ള 6 ഡിജിറ്റ് എന്താണ്, ഇൻവാലിഡ് ആണ്. അപ്പൊ നമ്മൾ ഒരു BCD അഡീഷൻ ചെയ്യുന്ന സമയത്ത് സാധാരണ കേസിൽ 2 BCD നമ്പർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനറി അഡീഷൻ ചെയ്യുന്ന പോലെ നമുക്ക് അഡീഷൻ ചെയ്യാം. നമുക്ക് കിട്ടുന്ന റിസൾട്ട് 9 9നേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് 9 അതിനിപ്പോ 9ന് മുകളിലുള്ള വാല്യൂസ് ആണ് വരുന്നത് സമ്മായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 6 ആഡ് ചെയ്യണം. 6 എന്നുള്ള ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യണം. 6ന്റെ ഡിജിറ്റ് എന്ന് പറയുന്നത് 0 1 1 0 ആണ്. അത് ആഡ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ആ വാല്യൂ എന്തായിട്ട് മാറും, വാലിഡ് ആയിട്ടുള്ള ഒരു BCD ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഇതാണ് സ്റ്റെപ്പ്. നമുക്കത് എങ്ങനെയാ വരാൻ നോക്കാം. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ 1 1 ആഡ് ചെയ്യുമ്പോൾ 0 1 വരും, 1 1 ആണെങ്കിൽ 1 1 വരും. അപ്പൊ ഒരു എക്സാമ്പിൾ വന്നേക്കുന്നത് 23യും 15 വന്നിട്ടുണ്ട്. അപ്പൊ 23നെയും 15നെ നമ്മൾ എന്താ ചെയ്യുക, 2നെയും 3നെയും, ഇതിനെ 2 വെച്ച് റെപ്രസെന്റ് ചെയ്യുക, ഇതിനെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. 2നെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുക, 3നെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 2 എന്ന് പറയുമ്പോൾ ഇത് 1 ആണ്, ഈ പൊസിഷൻ 2. അപ്പൊ ഈ 2നെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്തു. അതുപോലെ ഈ 3നെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്തത് 1 5 ആണ്. 1നെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്തു, 5നെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 0 വരും, ക്യാരി 1 വരും. വീണ്ടും 1 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും, ക്യാരി 1 വരും.
വീണ്ടും ഇവിടെ ഒരു വണ്ണും വണ്ണും വരുമ്പോൾ 0 വരും, ക്യാരി 1 വരും. ഇനി ഇവിടെ നമുക്ക് 1 0 ആണ്, 1 0 എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടി. ഇത് ക്ലിയർ ആണോ ഇവിടെ ഈ സെക്ഷന്റെ കണ്ടീഷൻ? ഇനി അടുത്ത കേസിലേക്ക് വരാം. ഇവിടെ 0യും 1ഉം വരുമ്പോൾ അത് 1 വരും, 1ഉം 0 വരും, 1 വരും, ബാക്കി 0യും 0 0, 0യും 0 0. ഇവിടെ വരുന്നത് 2ഉം 1ഉം 1ഉം 3 വരും, ഇവിടെ 8ഉം വരും. അപ്പൊ 3 8 കിട്ടി. ഈ റിസൾട്ട് 9നേക്കാൾ താഴെയാണ്, 3ഉം 8ഉം 9നേക്കാൾ താഴെയാണ്, അതുകൊണ്ട് വാലിഡ് BCD ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഒരു 9ഉം 4ഉം തമ്മിൽ. 9ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം 13 ആണ് വാല്യൂ. നമ്മൾ റിസൾട്ട് സാധാരണ കേസിൽ 9ഉം 3ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 ആണ്. 30 എന്ന് പറഞ്ഞാൽ 9നേക്കാൾ വലിയൊരു വാല്യൂ ആണ്, അല്ലെ? അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? 6 ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് 9നെ BCDയിലേക്ക് കൺവേർട്ട് ചെയ്തു 1 0 0 1, 4നെ BCDയിലേക്ക് കൺവേർട്ട് ചെയ്തു 0 1 0 0. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 1ഉം 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 വരും, 0യും 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും, 0യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 1 വരും, 1ഉം 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 1 0 1 വന്നു. ഇതെന്ന് പറയുന്നത് 9നേക്കാൾ വലിയൊരു വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇൻവാലിഡ് ആണ്, അല്ലെ? വാലിഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6ന്റെ ഡിജിറ്റ് 0 1 1 0 ആണ്. അത് കൊണ്ടിട്ട് ഈ നമ്പറിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാം. അപ്പൊ 1ഉം 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 വരും, 0യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 1 വരും, 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും, 1 ക്യാരി വരും, വീണ്ടും 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും, 1 ക്യാരി വരും. ഈ ക്യാരി വന്നതിന് വേറൊരു നമുക്ക് ഇപ്പൊ ഇങ്ങനെ കിട്ടിയ റിസൾട്ട് 1 0 0 1 1 എന്ന് കിട്ടി. എന്നിട്ട് ഇതിനെ 4 ഡിജിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4ഉം വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4ഉം വരും. അപ്പൊ ഇവിടെ 4 ബാക്കി ഡിജിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂ 1ഉം ഇത് വരുന്നത് 2ഉം 3 13 കിട്ടി. നമ്മുടെ റിസൾട്ട് 13 ആണ് നമുക്ക് ആവേണ്ടത്. ആ റിസൾട്ട് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ BCD അഡീഷനിൽ 2 പോയിന്റാണ് പറഞ്ഞത്. തന്നിരിക്കുന്ന നമ്പറിനെ 4 ബിറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് സാധാരണ ബൈനറി അഡീഷൻ ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന റിസൾട്ട് 9ലേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. 9ന് മുകളിൽ വരുന്ന ഡിജിറ്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 6 ആഡ് ചെയ്യണം. അങ്ങനെ 6 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചെയ്ത് നോക്കിയേ. 67 പ്ലസ് 53 ചെയ്ത് നോക്കി.
120. 120 കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ക്ലിയർ. ഇപ്പൊ രണ്ട് നമ്പറുകൾ ഇപ്പൊ 6നെയും 7നെയും ഈ 4 ഡിജിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്നും രണ്ടും മൈനസ് ചെയ്തു കിട്ടിയപ്പോ 9നേക്കാൾ വലിയൊരു വാല്യൂ കിട്ടി. രണ്ടോർക്കും 9നേക്കാൾ വാല്യൂ കിട്ടിയതുകൊണ്ട് രണ്ടോർക്കും 6 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 120 എന്ന് റിസൾട്ട് ചെയ്തു. ഇനി അടുത്ത വരുന്ന സബ്ട്രാക്ഷൻ ആണ് BCDയുടെ സബ്ട്രാക്ഷൻ. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. BCയുടെ സബ്ട്രാക്ഷൻ വരുമ്പോ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളോട് പറയുന്നത് ആദ്യം BCയുടെ സബ്ട്രാക്ഷൻ വരുമ്പോ 10s കോംപ്ലിമെന്റ് എടുക്കണം. സബ്ട്രാഹാൻഡിന്റെ 10s കോംപ്ലിമെന്റ്, അതായത് ഏതാണോ കുറയ്ക്കേണ്ട നമ്പർ അതിന് 10s കോംപ്ലിമെന്റ് കാണാം. 10s കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന് 9s കോംപ്ലിമെന്റ് കാണാം. അതിലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10s കോംപ്ലിമെന്റ് ആയി. എന്നിട്ട് അത് നേരിട്ട് ആൻസർ മൈനറ്റിലേക്ക് നേരിട്ട് ആഡ് ചെയ്യുക. ക്യാരി വരുന്നുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക. അതാണ് സ്റ്റെപ്പ്. ചെയ്തു നോക്കാം. ഒരു നമ്പർ വന്നേക്കുന്നത് 68ഉം 39 ആണ്. ഇൻറ്റു BCDയിലേക്ക് ആക്കുക. എന്നിട്ട് അതിന് മൈനസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന 68നെയും 39നെയും BCDയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒന്ന് 6, ഒന്ന് 8. അപ്പൊ 6ലേക്കും 8ലേക്കും കൺവേർട്ട് ചെയ്തു. 3ലേക്കും 9ലേക്കും കൺവേർട്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്സിൽ നമുക്ക് നേരിട്ട് 4 ബിറ്റ് ആയിട്ട് ഇതിനെ സെറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ ടേം, അതായത് 39നെയാണ് സബ്ട്രാഹൻഡിന്റെയാണ് 10s കോംപ്ലിമെന്റ് കാണേണ്ടത്. അപ്പൊ ഈ 39നെ 9s കോംപ്ലിമെന്റ് കണ്ടെത്താം. 39ന്റെ 9s കോംപ്ലിമെന്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താന്ന് വെച്ചാൽ ഈ രണ്ട് ഡിജിറ്റും 9ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അത് 9ൽ നിന്നും 9s കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത്. അപ്പൊ 9ൽ നിന്നും 3 മൈനസ് ചെയ്യുക, 9 മൈനസ് ചെയ്യുക. അപ്പൊ 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 9 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടിയ റിസൾട്ട്? ഈ 6നെ ഡിജിറ്റിലേക്ക് ആക്കുമ്പോൾ 0 1 1 0 എന്ന് കിട്ടും. 0നെ ഡിജിറ്റിലേക്ക് ആക്കുമ്പോൾ 0 0 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ 39ന്റെ 99 ചെയ്യാല്ലേ? 99 അല്ല, 9ൽ നിന്നും ഇപ്പൊ നമ്മ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ രണ്ട് ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 2 9 എടുത്തു, അങ്ങനെയാണോ? അതന്നെ ഈ 39 നമുക്ക് 2 ഡിജിറ്റ്. അപ്പൊ രണ്ടും 9ൽ നിന്ന് മൈനസ് ഇങ്ങനെ മൈനസ് ചെയ്താൽ മതി. 9ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 0 വരും. 9ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 6 വരും. അപ്പൊ 60 നമുക്ക് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ 9s കോംപ്ലിമെന്റ് ആണ്. ആ 9s കോംപ്ലിമെന്റ് ആണ് നമുക്ക് 60 കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യണം? കൂടെ 1 കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇതിനെ വീണ്ടും ഡിജിറ്റിലേക്ക് ആക്കാം. ഇതുപോലെ ബൈനറി ഡിജിറ്റിലേക്ക് ആക്കുമ്പോൾ 6 എന്ന് പറയുന്നത് ഇതുപോലെ കിട്ടും. 0 എന്ന് പറയുന്നത് കിട്ടും. ഇതിലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. 61 എന്നുള്ളത് ഇങ്ങനെ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി എന്നിട്ട് ഈ 68ൽ ഇവിടെ കിട്ടിയേക്കണം 68 ഉണ്ട്. 68ലേക്ക് 61 ആഡ് ചെയ്യാം. ഈ ഡിജിറ്റ് എടുത്ത് എഴുതുക. ഇപ്പൊ കിട്ടിയ ഡിജിറ്റ് എഴുതുക. അത് തമ്മിൽ ആഡ് ചെയ്യാം. ഇനി ഇതിന്റെ കൂടെ ജസ്റ്റ് 1 ആഡ് ചെയ്താൽ പോരെ? ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ടിൽ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 0 1 1 0 0 0 1 കിട്ടും. ഇത് കിട്ടി. ഇനി നേരിട്ട് നമ്മളോട് പറഞ്ഞേക്കണം മനുവിനും ആഡ് ചെയ്യാനാണ് പറയണം. മനുവിന്റെ ഇത് തന്നിരിക്കുന്നത് 68 ആണ്. 68ന്റെ വാല്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 6ഉം 8ഉം തന്നിട്ടുണ്ട്. അതും ഇപ്പൊ കിട്ടിയ വാല്യൂ കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. ഇതല്ല, ഇതാണ് മുകളിലുള്ളതല്ല. 68 തന്നിരിക്കുന്നത് ഇതാണ് 68. ഇപ്പൊ കിട്ടിയ റിസൾട്ട് ഇത് 0 1 1 0 0 0 1. ഇത് ആഡ് ചെയ്യുമ്പോൾ 0യും 1 ആഡ് ചെയ്യുമ്പോൾ 0 1 കിട്ടും. ഇത് 0 0 ഇത് 1 വന്നു. ഇതെന്തായി? ഇത് 8 പ്ലസ് 9 ആയി. ഇത് 9 ആണ്. 9 വാലിഡ് ആണ്. ഇതൊന്നും ചെയ്യണ്ട. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 1 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 0 1 വരും. 3 1 ആവുമ്പോൾ 1 വരും. ക്യാരി 1 വരും. അപ്പൊ നമുക്ക് 1 1 0 0 കിട്ടും. 1 1 0 0 വന്നിട്ട് നമുക്ക് ഇത് വാലിഡ് ആണ് അല്ലെ? 9 വരെ 9 9 താഴെയാണ് പറഞ്ഞേക്കുന്നത് വാലിഡ് ആയിട്ടുള്ളത്. BCD പറഞ്ഞു. അപ്പൊ ഇത് നോക്കിയേ, ഇത് 8ഉം ഇത് 4ഉം വരും. 8 4 12ആയി. അപ്പൊ നമുക്കിത് വാലിഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0 1 0 1 1 0 നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ 1 0 0 0 1 1 0 ആഡ് ചെയ്യാം. അപ്പൊ കൂടെ 0 വരും, 1 വരും. 1 1 ആഡ് ചെയ്യുമ്പോൾ 0 വരും. വീണ്ടും 1 വരും. 1 1 ആഡ് ചെയ്യുമ്പോൾ 0 വരും. 1 ക്യാരി വരും. അപ്പൊ ക്യാരി 1 ഡിസ്കാർഡ് ചെയ്യുക. റിസൾട്ട് എന്ന് കിട്ടും 0 0 1 0 1 0 0 1 കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ. രണ്ടും വാലിഡ് ആയി. ബാലൻസ് വരുന്ന 1നെ ഡിസ്കാർഡ് ചെയ്യും. അപ്പൊ നമുക്കിത് ഇവിടെ നമുക്ക് 9ലേക്ക് നോക്കുമ്പോൾ ഇത് 9 കിട്ടി, ഇത് 2 കിട്ടി. അപ്പൊ 29 കിട്ടിയ റിസൾട്ട്. ക്ലിയർ അല്ല? ക്ലിയർ.
ഇതിന്റെ നോക്കുന്നുണ്ട് നോക്കാം. ബൈനറി കോഡിംഗ് ഡെസിമൽ സിസ്റ്റം. അത് അടുത്ത സെക്ഷനാണ്. ഇത്രയും മതിയല്ലോ ഇന്ന്. മതി മിസ്. അടുത്ത സെഷൻ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒക്ടലിന്റെ അഡീഷൻ പറഞ്ഞു, ഒക്ടലിന്റെ സബ്ട്രാക്ഷൻ പറഞ്ഞു. അപ്പൊ കുറച്ച് നമ്പർ ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം. ഒക്ടൽ നമ്പർ ബേസ് ഒക്ടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഡീഷനും സബ്ട്രാക്ഷൻ ചെയ്യുക. അതുപോലെ ഹെക്സാഡെസിമലിന്റെ അഡീഷനും സബ്ട്രാക്ഷൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത് പിന്നെ വൺസ് കോംപ്ലിമെന്റ്സ് അറിയായിരുന്നു. വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും അറിയായിരുന്നു. പിന്നെ ബി സി ഡി ആണ് പറഞ്ഞത്. ബി സി ഡിയുടെ അഡീഷനും സബ്ട്രാക്ഷനും നമ്മളിവിടെ ചെയ്ത് ഈ 3 ടോപ്പിക്കാണ്. ക്ലിയർ അല്ലേ? 3 ക്ലിയർ. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതുപോലെ സബ്ട്രാക്ഷന്റെ കേസും ബി സിയുടെ കേസും ഒക്ടലിന്റെയും ഹെക്സാഡെസിമലിന്റെയും ബി സിയുടെയും അഡീഷണൽ സബ്ട്രാക്ഷനും കുറച്ച് നമ്പർ ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ക്ലിയർ ചെയ്യാം. താങ്ക് യു. ലീവ് ചെയ്തു.